വാർത്തകൾ വിശദമായി. സർക്കാരിനെതിരെ കലാപാഹ്വാനവുമായി NSS. ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കാൻ എല്ലാ മതവിശ്വാസികളും ബന്ധപ്പെട്ട സംഘടനകളും രംഗത്ത് വരണമെന്ന് സുകുമാരൻ നായരുടെ ആഹ്വാനം. ശബരിമലയിലെ വിശ്വാസ ലംഘനത്തിനെതിരെ എല്ലാ മതവിശ്വാസികളും സംഘടനകളും രംഗത്തെത്തണമെന്ന ആഹ്വാനമാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പ്രസ്താവനയിലൂടെ നടത്തിയിട്ടുള്ളത്. ശബരിമല വിഷയത്തിൽ BJP, RSS സംഘപരിവാർ സംഘടനകൾ തെരുവിൽ നടത്തുന്ന കലാപത്തെ ന്യായീകരിക്കുന്ന NSS അതിക്രമത്തിന്റെ കാരണക്കാരായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് ശ്രമിക്കുന്നത്. സുപ്രീം കോടതി വിധിയുടെ മറവിൽ പാർട്ടിയുടെ നയങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കി നിരീശ്വരവാദം നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാരിൻ്റെതുമെന്ന വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ നിരത്തി രണ്ടാം വിമോചന സമരത്തിന് ആഹ്വാനം ചെയ്യുന്ന വരികളാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പ്രസ്താവനയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നത്. ആചാരങ്ങൾ സംരക്ഷിക്കാൻ വിശ്വാസികൾക്കൊപ്പമുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്ന NSS ആചാരങ്ങളും വിശ്വാസങ്ങളും നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ എല്ലാ മതവിശ്വാസികളും സംഘടനകളും പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്താക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതേസമയം NSSന്റേത് കലാപത്തിനുള്ള ആഹ്വാനമാണെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. ശബരിമല സ്ത്രീ പ്രവേശന പ്രശ്നത്തിൽ NSSന് ഒരു പ്രത്യേകമായിട്ടുള്ള നിലപാട് ഉണ്ടായത് തങ്ങളുടെ സങ്കുചിത രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗപ്പെടുത്താം എന്നു കരുതി RSS NSSനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്ര ഒരു ചെറിയ പ്രസ്ഥാനമല്ലല്ലോ NSS. ജനറൽ സെക്രട്ടറി മാത്രമല്ലല്ലോ, അതിൻ്റേതായിട്ടുള്ള സംഘടനാ രൂപമുണ്ടല്ലോ. ഏതായാലും അത്തരമൊരു നിലപാട് സ്വീകരിച്ചത് കഷ്ടമായി പോയെന്നേ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സുപ്രീം കോടതി വിധിക്ക് ശേഷം ശബരിമല വിഷയത്തിൽ സർക്കാരുമായി പോരടിച്ചു നിൽക്കുന്ന NSS പ്രക്ഷോഭങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി കേരളത്തിൽ മറ്റൊരു കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. സമദൂര നിലപാടിലെ കാപട്യവും NSSനെ RSSന്റെ തൊഴുത്തിൽ കെട്ടാനുള്ള ശ്രമവുമാണ് ഈ പ്രസ്താവനയിലൂടെ പരസ്യമായത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. നിരീശ്വരവാദം പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും വിശ്വാസം സംരക്ഷിക്കാനുള്ള നടപടികൾ മാത്രമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമല വിഷയം NSS വസ്തുനിഷ്ഠമായി പഠിക്കണം. കലാപകാരികളെ പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ എന്ന് NSS ചിന്തിക്കണമെന്നും കടകംപള്ളി പറഞ്ഞു. ശബരിമല സ്ത്രീ പ്രവേശന പ്രശ്നത്തിൽ NSSന് ഒരു പ്രത്യേകമായിട്ടുള്ള നിലപാട് ഉണ്ടായത് തങ്ങളുടെ സങ്കുചിത രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗപ്പെടുത്താം എന്നു കരുതി RSS NSSനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്ര ഒരു ചെറിയ പ്രസ്ഥാനമല്ലല്ലോ NSS. ജനറൽ സെക്രട്ടറി മാത്രമല്ലല്ലോ, അതിൻ്റേതായിട്ടുള്ള സംഘടനാ രൂപമുണ്ടല്ലോ. ഏതായാലും അത്തരമൊരു നിലപാട് സ്വീകരിച്ചത് കഷ്ടമായി പോയെന്നേ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരു പഴമൊഴിയുണ്ട്, മോൻ ചത്താലും കുഴപ്പമില്ല, മരുമകളുടെ താലിയേറ്റ് കാണണമെന്ന്. ആ പഴമൊഴിയെ അനർത്ഥമാക്കുന്ന തരത്തിലായിപ്പോയി. ഇത് നാടിൻ്റെ സർവനാശത്തിലേക്കായിരിക്കും RSSനെയും BJPയും സഹായിച്ചാൽ നാം എത്തിച്ചേരുക എന്ന് മനസ്സിലാക്കാനായിട്ട് NSS നേതൃത്വത്തിന് ആകെ സാധിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള പക്ഷം. NSSന്റെ പ്രസ്താവന RSSനെയും കോൺഗ്രസിനെയും പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് മന്ത്രി P. ജയരാജൻ പറഞ്ഞു. ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായിട്ടൊരു നീക്കമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ രാത്രി പാറാൽ ഒരു മദ്രസക്ക് നേരെ ആക്രമണം നടന്നു. മദ്രസക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണം വളരെ വളരെ ആസൂത്രിതമാണ്. സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും CPM തുടരും. സംസ്ഥാനത്ത് ഹർത്താലിന്റെ മറവിൽ RSS നടത്തിയ അക്രമത്തിൽ 1772 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും 5397 പേരെ അറസ്റ്റ് ചെയ്തതായും പോലീസ്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിഞ്ഞ യുവമോർച്ച നേതാവ് പ്രവീണിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അതേസമയം നവമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും വർഗീയത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. ഹർത്താലിന്റെ മറവിൽ സംഘപരിവാർ സംഘടനകൾ നടത്തിയ അക്രമങ്ങളിൽ ഇതുവരെ 1772 കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 5397 പേരെ അറസ്റ്റ് ചെയ്തുവെന്നും 731 പേരെ റിമാൻഡ് ചെയ്തുവെന്നും 4666 പേർക്ക് ജാമ്യം ലഭിച്ചതായും പോലീസ് അറിയിച്ചു.
ഹർത്താൽ ദിനത്തിൽ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്കും സിപിഐഎമ്മിന്റെ പാർട്ടി ഓഫീസിലേക്കും ബോംബെറിഞ്ഞ യുവമോർച്ച നേതാവ് പ്രവീൺ നായ് പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തി. വാർത്തകൾ പുറത്തുവന്നതോടെ മാവേലിക്കര നൂറിനാട്ടെ വീട്ടിലുണ്ടായിരുന്ന പ്രവീൺ അവിടെ നിന്നും രക്ഷപ്പെട്ടുവെന്നും മാവേലിക്കരയിലെ യുവമോർച്ച നേതാവാണ് വീട്ടിൽ നിന്ന് പ്രവീണിനെ രക്ഷപ്പെടാൻ സഹായിച്ചതെന്നുമാണ് പോലീസിന് ലഭിച്ച വിവരം. പ്രവീണിനെയും രക്ഷപ്പെടാൻ സഹായിച്ച യുവമോർച്ച നേതാവിനെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറയുന്നു. പ്രവീണിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. യുവമോർച്ചയുടെ നെടുമങ്ങാട് ജില്ലാ പ്രചാരകൻ കൂടിയായ പ്രവീണിനെ സഹായിച്ച സഹോദരൻ വിഷ്ണു അടക്കം 10ലധികം പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അതേസമയം നവമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും മതവിദ്വേഷവും വർഗീയതയും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. ഇത്തരം സന്ദേശങ്ങളും പ്രസംഗങ്ങളും വീഡിയോയും വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുന്നതിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് പോലീസ് പുലർത്തിവന്ന ജാഗ്രത ഏതാനും ദിവസം കൂടി തുടരാൻ ജില്ലാ പോലീസ് മേധാവിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്രമത്തിൽ പങ്കെടുത്തവരെല്ലാവരും ഉടൻ തന്നെ പിടിയിലാകുമെന്നും അദ്ദേഹം അറിയിച്ചു. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തലശ്ശേരിയിൽ RSS അക്രമം തുടരുന്നു. പാറാലിൽ മദ്രസയ്ക്ക് നേരെ ആക്രമണമുണ്ടായി. ഇന്നലെ രാത്രിയാണ് ആക്രമണമുണ്ടായത്. NGO യൂണിയൻ നേതാവിന്റെ വീടിന് നേരെ പുലർച്ചെ ബോംബെറിഞ്ഞു. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ തലശ്ശേരി ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നാളെ അർദ്ധരാത്രി വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, വിശദാംശങ്ങൾ. സമാധാന യോഗത്തിൽ വെച്ച് അക്രമ സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുകയും എന്നാൽ അതിന് പിന്നാലെ തന്നെ പ്രവർത്തകരെ അക്രമ സംഭവങ്ങളിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്ന നിലപാടാണ് സംഘപരിവാർ കണ്ണൂർ ജില്ലയിൽ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തലശ്ശേരി മേഖലയിലുണ്ടായ വ്യാപകമായിട്ടുള്ള അക്രമത്തെ തുടർന്ന് ഇന്നലെ ജില്ലാ കളക്ടർ സമാധാന യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ സമാധാന യോഗത്തിൽ വെച്ച് ഒരു തരത്തിലുമുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കില്ല എന്നുള്ള ഉറപ്പാണ് RSSന്റെയും BJPയുടെയും നേതാക്കൾ നൽകിയത്. എന്നാൽ സമാധാന യോഗം അവസാനിച്ച മണിക്കൂറുകൾ പിന്നിടുന്നതിനിടെ വീണ്ടും തലശ്ശേരി മേഖലയിൽ അക്രമ സംഭവങ്ങൾക്ക് RSS നേതൃത്വം നൽകിയിരിക്കുകയാണ്. CPIM പ്രവർത്തകരുടെയും നേതാക്കളുടെയും വീടുകൾക്ക് നേരെയാണ് വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഇന്ന് പുലർച്ചെ 12:15 തലശ്ശേരി കൊളശ്ശേരിയിലുള്ള NGO നേതാവിന്റെ വീടിന് നേരെ ബോംബാക്രമണം ഉണ്ടായത്. NGO കണ്ണൂർ ജില്ലാ കൌൺസിൽ അംഗമായിട്ടുള്ള P വിമൽകുമാറിന്റെ കൊളശ്ശേരിയിലെ വീടിന് നേരെയാണ് ബോംബാക്രമണം ഉണ്ടായത്. വിമൽകുമാർ നമ്മോടൊപ്പമുണ്ട്. എത്ര മണിയോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടായത്? നല്ലൊരു 12:15 ആക്രമണം ഉണ്ടായത്. ഞാൻ ഉറങ്ങുകയായിരുന്നു. ശബ്ദം കേട്ട് ഉറക്കം ഞെട്ടിയപ്പോൾ വീടാകെ തന്നെ പുക കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ എൻ്റെ ഇവിടെ നാട്ടിലുള്ള സുഹൃത്തുക്കളെ വിളിച്ച് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, ഒന്ന് ഓടി വരണമെന്ന് പറയുകയും ഇവിടെയുള്ള ആളുകൾ ഇവിടെ വരികയും വന്നതിന് ശേഷമാണ് ഞാൻ വീടിന്റെ വാല് തുറക്കുകയുണ്ടായത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഈ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ അർദ്ധരാത്രി വരെ തലശ്ശേരി ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇരിങ്ങാലക്കുടയിൽ ഹർത്താലിന്റെ മറവിൽ പ്രകടനം നടത്തുകയും അക്രമം നടത്തുകയും ചെയ്ത കേസിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. കുഴിക്കാട്ടുകോണം പയ്യട്ടിൽ ഹൌസിൽ ഹരിദാസനാണ് അറസ്റ്റിലായത്. ഇയാൾ കാറളം വെറ്റിനറി ഹോസ്പിറ്റലിൽ സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ്. ഹർത്താലിനിടെ KSRTCക്കുണ്ടായ നഷ്ടം അക്രമികളിൽ നിന്നോ നേതൃത്വം നൽകിയവരിൽ നിന്നോ ഈടാക്കുമെന്ന് AK ശശീന്ദ്രൻ പറഞ്ഞു. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. പൊതുമുതൽ നശിപ്പിച്ചാൽ അത് ബന്ധപ്പെട്ടവരിൽ നിന്നും ഈടാക്കുക എന്നതാണ് നിലവിലുള്ള നിയമം. ആ നിയമമനുസരിച്ച് നേരിട്ട് CCTV ക്യാമറ മുഖാന്തരം വ്യക്തമാകുന്ന പ്രതികൾക്കും സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ള നേതാക്കന്മാർക്കുമെതിരെ ആ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുക, അതനുസരിച്ചുള്ള കുറ്റം ചുമത്തി നഷ്ടം ഈടാക്കാനുള്ള ആവശ്യമാണ് KSRTC പോലീസ് അധികാരിയുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. വിഷയത്തിൽ NK പ്രേമചന്ദ്രനെ തള്ളി RSP കേന്ദ്ര നേതൃത്വം. RSP സുപ്രീം കോടതി വിധിക്കും ലിംഗനീതിക്കുമൊപ്പമാണെന്ന് RSP ജനറൽ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി പറഞ്ഞു. ശബരിമല വിഷയം നിയമനിർമ്മാണത്തിലൂടെ പരിഹരിക്കണമെന്ന NK പ്രേമചന്ദ്രന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കാൻ ദേശീയ നേതൃത്വം തയ്യാറായില്ല. ശബരിമല വിഷയം കൈകാര്യം ചെയ്തതിലെ നേട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഉണ്ടാകുമെന്നും ക്ഷിതി ഗോസ്വാമി വ്യക്തമാക്കി. സുപ്രീം കോടതി വിധിക്കും ലിംഗനീതിക്കൊപ്പവുമാണ് RSP എന്നാണ് ജനറൽ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി വ്യക്തമാക്കിയത്. ഈ നിലപാടുള്ള പാർട്ടിയുടെ കേരളത്തിലെ MP-യായ NK പ്രേമചന്ദ്രനാണ് സുപ്രീം കോടതി വിധി മറികടക്കാനും ലിംഗനീതിയെ ഇല്ലാതാക്കാനും UDF നടത്തുന്ന ശ്രമങ്ങളുടെ മുൻനിരയിലുള്ളത്. സുപ്രീം കോടതി വിധി മറികടക്കാൻ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യമാണ് NK പ്രേമചന്ദ്രൻ ഉന്നയിക്കുന്നത്. എന്നാൽ പ്രേമചന്ദ്രന്റെ ഈ നിലപാടിനെ പിന്തുണയ്ക്കാൻ RSP ദേശീയ നേതൃത്വം തയ്യാറല്ല. ശബരിമല വിഷയം ചർച്ചകളിലൂടെയാണ് പരിഹരിക്കേണ്ടതെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം.
by discussion. Everything can be solved by discussion. So both the sides should come and discuss it as some sort of compromise, some sort of should be adopted there, and this problem can be solved by them, not by these clashes and etc. വിരമിച്ച ജഡ്ജിമാരുൾപ്പെടെ പങ്കെടുത്ത് ചർച്ച നടത്തുന്നത് ഉൾപ്പെടെയുള്ള സാധ്യതകൾ പ്രശ്നപരിഹാരത്തിനായി തേടണമെന്നും ദേശീയ നേതൃത്വം പറയുന്നു. ഈ നിലപാട് ദേശീയ നേതൃത്വം ഉയർത്തിപ്പിടിക്കവെയാണ് UDFന്റെ രാഷ്ട്രീയ ചട്ടുകമായുള്ള NK പ്രേമചന്ദ്രന്റെ പിന്തിരിപ്പൻ ആവശ്യങ്ങൾ. ശബരിമല വിഷയം കൈകാര്യം ചെയ്തതിലെ നേട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഉണ്ടാകുമെന്നും ക്ഷിതി ഗോസ്വാമി വ്യക്തമാക്കി. So LDF will benefit by this process so far, I think. ഏതായാലും NK പ്രേമചന്ദ്രന്റെ ശബരിമല വിഷയത്തിലെ നിലപാടോടെ കോൺഗ്രസിന് പിന്നാലെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും വ്യത്യസ്ത അഭിപ്രായമുള്ള പാർട്ടിയെന്ന ഗതികേടിലേക്ക് RSPക്കും മാറേണ്ടി വന്നിരിക്കുകയാണ്. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്കിടയിൽ ഭിന്നത രൂക്ഷമാകുന്നു. ബുദ്ധിയുള്ള ജനങ്ങൾ ശബരിമലയിൽ യുവതികൾ കയറണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര വ്യക്തമാക്കി. സംസ്ഥാന നേതാക്കൾക്കെതിരെ സോണിയാഗാന്ധിക്കും മുല്ലപ്പള്ളിക്കും ശേഷം പവൻ ഖേര കൂടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള സംസ്ഥാന തലത്തിന്റെ പ്രവർത്തനം ഹൈക്കമാൻഡിന് അംഗീകരിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ നിലപാടുകളിലൂടെ വ്യക്തമാകുന്നത്. ബുദ്ധിയുള്ള ജനങ്ങൾ ശബരിമലയിൽ യുവതികൾ കയറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് അനുകൂലമായാണ് സുപ്രീം കോടതി വിധിയെന്നും കോൺഗ്രസ് വക്താവ് പവൻ ഖേര വ്യക്തമാക്കി. We are a national party. India as an ancient civilization is evolving, ever evolving civilization. There are practices. In the past, they were justified for some reasons. The educated people of India, the intelligently, they want to change and evolve, and they want entry of women in Sabrimala. Here, the Honorable Supreme Court has also given a favorable judgment. അതേസമയം ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നത് തടയാൻ ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന ആവശ്യം ഉന്നയിക്കരുതെന്ന് KPCCക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. കോൺഗ്രസ് ദേശീയ പാർട്ടിയാണ്. ലിംഗസമത്വത്തിനും സ്ത്രീകളുടെ അവകാശത്തിനും വേണ്ടിയാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത് എന്നതിനാൽ ഓർഡിനൻസ് ആവശ്യം ഉന്നയിക്കരുതെന്ന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ഓർഡിനൻസിനായി KPCC വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള കേരളത്തിലെ 7 UDF MPമാരാണ് സജീവമായി രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ട്രാൻസ്പോർട്ട് മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയുള്ള ദേശീയ പണിമുടക്കിൽ ഗതാഗത മേഖലയിലെ തൊഴിലാളികൾ അണിനിരക്കുമെന്ന് ട്രാൻസ്പോർട്ട് തൊഴിലാളി സംഘടനകൾ. രാജ്യതലസ്ഥാനം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും ടാക്സി, പൊതു സ്വകാര്യ വാഹനങ്ങൾ ദ്വിദിന പണിമുടക്കിൽ പങ്കെടുക്കും. ദ്വിദിന ദേശീയ പണിമുടക്കിൽ ഗതാഗത മേഖലയിലെ തൊഴിലാളികൾ അണിനിരക്കുമെന്ന് ട്രാൻസ്പോർട്ട് തൊഴിലാളി സംഘടനകളുടെ അഖിലേന്ത്യാ ഏകോപന സമിതി അറിയിച്ചു. രാജ്യതലസ്ഥാനം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും ടാക്സി, പൊതു സ്വകാര്യ വാഹനങ്ങൾ പണിമുടക്കിൽ പങ്കെടുക്കും. ഡീസൽ വില വർധന, ഇൻഷുറൻസ് പ്രീമിയം തുക വർധന, ടോൾ, GST നിരക്കുകൾ എന്നിവയാണ് ഗതാഗത മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതെന്ന് ആൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി R. ലക്ഷ്മയ്യ പറഞ്ഞു. രാജ്യസഭയുടെ പരിഗണനയിലുള്ള മോട്ടോർ വെഹിക്കിൾ നിയമ ഭേദഗതി ബിൽ നടപ്പായാൽ ഗതാഗത മേഖലയ്ക്ക് കനത്ത പ്രഹരമാകും ഉണ്ടാവുക. അസംഘടിത ഗതാഗത മേഖലയിൽ കുറഞ്ഞ വേതനം നിശ്ചയിച്ച് ഉറപ്പാക്കാനോ സാമൂഹ്യക്ഷേമ പദ്ധതി നടപ്പാക്കാനോ സർക്കാർ തയ്യാറാവുന്നില്ല. കഴിഞ്ഞ 4 വർഷത്തെ ഡീസൽ, പെട്രോൾ വിലയിലെ സെസ്സിലൂടെ കേന്ദ്ര സർക്കാർ 12 ലക്ഷം കോടി രൂപയാണ് നേടിയത്. എന്നാൽ റോഡ് നിർമ്മാണവും അറ്റകുറ്റപ്പണിയും സ്വകാര്യ മേഖലയെ ഏൽപ്പിച്ച് ടോൾ പിരിവ് തുടരുകയാണ്. 4 साल में 12 लाख करोड़ रुपए केंद्र सरकार इसे कलेक्ट किया. 12 लाख करोड़ रुपए दोबारा क्या कर रहे? टोल गेट प्राइवेट वाला को दे दिया, उन्होंने टोल गेट वसूल कर रहे. ये वो सारा मिलके वो ट्रांसपोर्ट सेक्टर की हालत बहुत खराब हो गई. കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഗതാഗത മേഖലയെ നോട്ട് നിരോധനവും GSTയും ഗുരുതരമായി ബാധിച്ചുവെന്നും ലക്ഷ്മയ്യ പറഞ്ഞു. ആൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് പണിമുടക്കിന് ധാർമ്മിക പിന്തുണ നൽകുമെന്ന് ചെയർമാൻ കുൽട്രാൻ സിംഗ് അത്വാൽ പറഞ്ഞു. വിവിധ ട്രാൻസ്പോർട്ട് തൊഴിലാളി സംഘടനകളായ ഇന്ദ്രജിത് സിംഗ്, MS മൻസൂരി, അനോജ് കുമാർ റാത്തോഡ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിലെ ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേലിന്റെ വെളിപ്പെടുത്തലിൽ പ്രതിസന്ധിയിലായി ബിജെപിക്കെതിരായ വെളിപ്പെടുത്തൽ രാഷ്ട്രീയായുധമാക്കാൻ കോൺഗ്രസ് തയ്യാറാകും. കമ്പനിയെ കരിമ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പ്രമുഖ BJP നേതാവ് സഹായിച്ചെന്നായിരുന്നു മിഷേൽ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. രാജ്യസഭാംഗവും മുൻ കേന്ദ്രമന്ത്രിയുമായ BJP നേതാവിനെതിരെയാണ് മിഷേൽ ആരോപണം ഉന്നയിച്ചതെന്നാണ് സൂചന.
രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് കരിമ്പട്ടികയിൽപ്പെടുത്തിയ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനിയെ മോദി സർക്കാരിന്റെ കാലത്ത് പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഈ നേതാവ് സഹായിച്ചെന്നായിരുന്നു മിഷേൽ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. മിഷേലിന്റെ ഈ വെളിപ്പെടുത്തലാണ് BJPക്ക് തിരിച്ചടിയായിരിക്കുന്നത്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യലിൽ മിഷേൽ മിസ്സിസ് ഗാന്ധി എന്ന് പറഞ്ഞതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിരുന്നു. മിസ്സിസ് ഗാന്ധി എന്ന് മിഷേൽ ഉദ്ദേശിച്ചത് സോണിയാഗാന്ധിയെയാണെന്ന് ആരോപിച്ച് BJP കോൺഗ്രസിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയാണ് BJPയെ കുടുക്കിയ മിഷേലിന്റെ പുതിയ വെളിപ്പെടുത്തൽ. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിനെ കോൺഗ്രസിനെതിരായ ആയുധമാക്കാമെന്നായിരുന്നു BJPയുടെ പ്രതീക്ഷ. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ നിരന്തരം വാർത്താ സമ്മേളനത്തിൽ മിഷേൽ കോൺഗ്രസ് ബന്ധം ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ BJP പ്രതിരോധത്തിലേക്ക് മടങ്ങാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, ദില്ലി. എരുമേലി പേട്ടതുള്ളലിനുള്ള അമ്പലപ്പുഴ സംഘം യാത്ര തിരിച്ചു. സമൂഹ പെരിയോൺ കളത്തിൽ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിലാണ് സംഘം യാത്ര തിരിച്ചത്. ശബരിമല ദേവപ്രശ്ന വിധി പ്രകാരം ശബരിമല സന്നിധാനത്തും മാളികപ്പുറത്തും സമർപ്പിക്കാനുള്ള 2 ഭദ്രദീപ വിളക്കുമായാണ് സംഘം ഈ വർഷം ശബരിമലയിലെത്തുന്നത്. പ്രശ്നച്ചാർത്ത് പ്രകാരം 24 തിരികൾ വീതമുള്ള വിളക്കുകളാണ് സമർപ്പിക്കുന്നത്. രാവിലെ ക്ഷേത്ര ചുറ്റുവിളക്കുകൾ തെളിയിച്ച് പ്രത്യേക വഴിപാടുകൾ നടത്തിയാണ് സംഘം എരുമേലിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. വൈകിട്ട് കവിയൂർ ക്ഷേത്രത്തിൽ വിശ്രമിച്ച ശേഷം ചൊവ്വാഴ്ച വൈകിട്ട് മണിമലക്കാവ് ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരും. ബുധനാഴ്ച മണിമലക്കാവ് ദേവീക്ഷേത്രത്തിലെ ആഴിപൂജയ്ക്ക് ശേഷം വ്യാഴാഴ്ച എരുമേലിയിലെത്തും. വെള്ളിയാഴ്ച എരുമേലി പേട്ടതുള്ളലിന് ശേഷം ശനിയാഴ്ച സംഘം പമ്പയിലെത്തും. ഞായറാഴ്ച പമ്പസദ്യയും നടത്തി മല കയറും. മകരവിളക്ക് ദിവസം രാവിലെ അമ്പലപ്പുഴക്കാരുടെ നെയ്യഭിഷേകവും അത്താഴപൂജയ്ക്ക് മഹാദിവേദ്യവും നടക്കും. മകരവിളക്ക് പിറ്റേ ദിവസം മാളികപ്പുറത്ത് നിന്നും സന്നിധാനത്ത് ശ്രീവേദി എഴുന്നള്ളത്ത് നടക്കും. തുടർന്ന് തിരുവാഭരണം ചാർത്തിയെ അയ്യപ്പ വിഗ്രഹം ദർശിച്ച് കർപ്പൂരാഴി പൂജയും നടത്തി രാത്രി 10 മണിയോടെയായിരിക്കും സംഘം മലയിറങ്ങുക. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നതായി ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അയിത്തം സംബന്ധിച്ച വിഷയം കൂടി തന്ത്രിയുടെ പ്രവൃത്തിയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി തന്ത്രിയെ മാറ്റാനും തിരിക്കാനും ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യങ്ങൾക്ക് തീരുമാനിക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. തന്ത്രി അന്ന് സ്വീകരിച്ച നടപടി ഞാൻ കൃത്യമായിട്ടും പറഞ്ഞു, അത് സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനം തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമില്ല. അയിത്താചാരത്തിന്റെ പ്രശ്നം പോലും അതിനകത്ത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധിയെ ലംഘിക്കാൻ തന്ത്രിക്ക് അവകാശമില്ല. അതാണ് പറഞ്ഞത്. തന്ത്രിക്ക് മാത്രമായിട്ടൊരു തീരുമാനമെടുക്കാനും സാധിക്കില്ല. തന്ത്രി ഏതു തീരുമാനമെടുക്കുന്നതിന് മുമ്പും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് ആലോചിക്കേണ്ടതായിരുന്നു. അത്തരമൊരു ആലോചന നടന്നില്ല എന്ന് ദേവസ്വം ബോർഡ് അധികാരികൾ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്ത്രിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. തന്ത്രിയുടെ വിശദീകരണം കിട്ടുന്ന മുറയ്ക്ക് ഉചിതമായിട്ടുള്ള തീരുമാനം ദേവസ്വം ബോർഡ് സ്വീകരിക്കും. അക്കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. ഭാരതത്തിന്റെ ക്ഷേത്ര പാരമ്പര്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന വിദേശ യുവാവ് ശബരിമലയിൽ ദർശനം നടത്തി. ബെൽജിയം സർവകലാശാലയിൽ സാംസ്കാരിക ശാസ്ത്ര വിദ്യാർത്ഥിയും ചെക്ക് റിപ്പബ്ലിക്കൻ സ്വദേശിയുമായ വില്ലമാണ് അയ്യപ്പ ദർശനം നടത്തിയത്. മാള സ്വദേശിയായ സുഹൃത്ത് ഗായത്രി ദേവിയുമായുള്ള സൗഹൃദമാണ് കേരളത്തിൽ വില്ലയെ എത്തിച്ചത്. ഇന്ത്യൻ സംസ്കാരം, ഇന്ത്യൻ ക്ഷേത്രങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ചെക്ക് റിപ്പബ്ലിക് സ്വദേശിയായ വില്ലം ഗവേഷണം നടത്തുന്നത്. അദ്ദേഹം ശബരിമല അയ്യപ്പനെ ഇന്ന് കണ്ടു. ഭക്തിപൂർവമായിട്ടുള്ള ആ കാഴ്ച അദ്ദേഹം അത് കണ്ട് ഇപ്പോൾ പമ്പയിലേക്ക് തിരിച്ച് മടങ്ങി എത്തുകയും ചെയ്തു. വില്ലം, വാട്ട് അബൌട്ട് ലോർഡ് അയ്യപ്പ? Lord Ayappa, I know that this is the famous temple of Lord Ayappa, one of the sons of Shiva. So I wanted to visit this temple and to make darshana and to see what's happening here, what practices can be. Sorry. Are you studying? I doing my PhD research in comparative science of cultures, compare Indian and European culture. But first I have to know what is India culture like. So I want to see what's going on here. You know about the Supreme Court order and some issues are going on now. Yeah, I know about it, but I don't want to be involved in this political debates. I want to see some traditional practices happening here. ശബരിമല അയ്യപ്പനെ ഭക്തിപൂർവ്വം കണ്ട് തൊഴുതാണ് അദ്ദേഹം. വളരെ സംതൃപ്തിയോടുകൂടിയാണ് സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഇന്ത്യയിലെത്തിയതാണ്. ഇന്ത്യയുടെ ആ ക്ഷേത്ര പാരമ്പര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പഠനം നടത്തുന്നത്. അദ്ദേഹം മടങ്ങുന്നു. പമ്പയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് കിളിമാനൂരിലും ആനാട്ടും RSS പോലീസിന് നേരെ ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരിക്കുന്നു. വിശദാംശങ്ങളുമായി ഇപ്പോൾ റിനു ശ്രീധർ ചേരുകയാണ്. റിനു, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്?
രേഷ്മ, ഹർത്താൽ ദിനത്തിൽ RSS പ്രവർത്തകർ ഹർത്താലിന്റെ മറവിൽ പോലീസിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കിളിമാനൂർ, കാരേറ്റും അതുപോലെ തന്നെ നെടുമങ്ങാടിനടുത്തുള്ള ആനാട്ടുമാണ് ഇത്തരത്തിൽ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു അക്രമം അഴിച്ചുവിടുന്നത്. നമുക്ക് ആദ്യം ആ ദൃശ്യത്തിലേക്ക് തന്നെ പോകേണ്ടതായിരിക്കുന്നു. വ്യക്തമാണ്, രണ്ട് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ക്രൂരമായി പോലീസിന് നേരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. രേഷ്മ, ഈ ഹർത്താൽ ദിനത്തിൽ നമുക്കറിയാം പരക്കെ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് സത്യാഗ്രഹ സമരപന്തലിന്റെയും അതുപോലെ തന്നെ ഹർത്താലിന്റെയും മറവിൽ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ പുറത്തു വന്ന ഈ ദൃശ്യങ്ങൾ അനുസരിച്ച് പോലീസിനെതിരെ പാഞ്ഞെടുക്കുന്ന സംഘപരിവാർ സംഘങ്ങളെയാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് ആനാട്, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട്, നമുക്കറിയാം വലിയൊരു ബോംബ് സ്ഫോടനം വരെ ഉണ്ടാക്കിയ RSS സംഘപരിവാർ സംഘടനകൾ അവിടെയുള്ള പോലീസുകാരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു കാഴ്ച, വരുന്ന പോലീസ് ജീപ്പ് പുറകെ ചെന്ന് അടിച്ച് നശിപ്പിക്കുന്ന ഒരു കാഴ്ച. ഈ ഒരു അക്രമത്തിലാണ് അവിടുത്തെ SI2 രണ്ടാം ഗ്രേഡ് SI ആയിട്ടുള്ള സനൽ ഗോപിക്ക് ക്രൂരമായി മർദ്ദനമേൽക്കുകയും കൈ ഒടിയുകയും ചെയ്തത് ഈ ഒരു അക്രമത്തിലാണ്. നെടുമങ്ങാട്, ആനാട് കേന്ദ്രീകരിച്ചിട്ടുള്ള സംഘപരിവാറിന്റെ നേതാക്കളാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. മഹേഷ്, ജിഷ്ണു എന്നിവരാണ് ഇതുമായി ബന്ധപ്പെട്ട, ഒപ്പം വേണുഗോപാൽ എന്നീ 3 പേരാണ് ഈ പോലീസ് ജീപ്പിനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേതൃത്വം നൽകിയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ 3 പേരെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മുൻനിരയിൽ നിന്ന മഹേഷ്, ജിഷ്ണു, വേണുഗോപാൽ എന്നീ 3 പേരെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണം ഊർജ്ജപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റ് ദൃശ്യം, രണ്ടാമതായി കാണിച്ച ദൃശ്യം എന്ന് പറയുന്നത് കിളിമാനൂർ കാരേറ്റ്, കല്ലറ കാരേറ്റ് പ്രകടനവുമായി എത്തിയ സംഘപരിവാർ സംഘടനയുടെ സംഘാംഗങ്ങൾ പോലീസിന് നേരെ പാഞ്ഞെടുക്കുന്നതും പോലീസിനെ ക്രൂരമായി മർദ്ദിക്കുന്നത്, SI അരുൺകുമാർ ഉൾപ്പെടെയുള്ളവരെ ക്രൂരമായി മർദ്ദിക്കുന്നതുമായിട്ടുള്ള ഒരു ദൃശ്യമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അവരോട്, അതായത് 100 കണക്കിന് ആൾക്കാരാണ് പോലീസിനെ അടുത്ത് പാഞ്ഞെടുക്കുന്നതും പോലീസിനെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അക്രമം അഴിച്ചുവിട്ടുകൊണ്ടാണ് സംഘപരിവാർ സംഘടനകൾ ഹർത്താൽ ദിനത്തിൽ പോലീസിന് നേരെ പാഞ്ഞെടുത്തത്. ഇപ്പോൾ നമുക്ക് നേരത്തെയൊക്കെ കണക്ക് കൃത്യമായി തന്നെ പുറത്തു വന്നിരുന്നു. 1772 കേസുകളിൽ 5397 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 731 പേർ നിലവിൽ റിമാൻഡിലാണ്. ഒപ്പം ബെയിൽ അനുവദിച്ചത്, ജാമ്യം ലഭിച്ചത് 4666 പേരാണ്. കൃത്യമായി തന്നെ പോലീസ് ഇപ്പോഴുള്ള ഒരു ജാഗ്രത തുടരണമെന്ന് DGP കൃത്യമായി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പോലീസിനെ അതിദാരുണമായി ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഇത്തരം ആയുധങ്ങളുമായി പാഞ്ഞെടുക്കുന്ന പോലീസ് സംഘങ്ങളുടെ അടുത്തുനിന്ന് ഓടി സ്വജീവിതം കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ വാഹനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലാണ് SI, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെടുമങ്ങാട്ട് SI സനൽ ഗോപിക്ക് ക്രൂരമായ മർദ്ദനമേൽക്കുകയും കൈ ഓടിയുകയും ചെയ്തത്. രേഷ്മ, സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ അവാർഡ് മന്ത്രി കടകംപള്ളി വിതരണം ചെയ്തു. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് ചിന്ത ജെറോം അധ്യക്ഷത വഹിച്ചു. കലാവിഭാഗത്തിൽ നടൻ ടൊവിനോ തോമസും കായിക രംഗത്തെ മികവിന് PU ചിത്രയും, സാഹിത്യത്തിൽ മനു S പിള്ളയും, വ്യവസായം സാങ്കേതികവിദ്യയിൽ അരുൺ ഉണ്ണിത്താനും, സാമൂഹ്യ സേവനത്തിൽ PS കൃഷ്ണകുമാറും, കൃഷിയിൽ ജോൺസൺ ആന്റണിയും അവാർഡ് ഏറ്റുവാങ്ങി.